എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ അയ്യപ്പൻ്റെ തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമേ ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അതിനുശേഷം തിരുവാഭരണം കണ്ടു. നമുക്ക് അമ്പലത്തിനകത്തും അതുപോലെ തന്നെ തിരുവാഭരണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്തും ക്യാമറ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, അതുകൊണ്ട് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഇരുവശങ്ങളിലും ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇനി നമ്മൾ പന്തളം കൊട്ടാരം കാണാനാണ് പോകുന്നത്. നമ്മുടെ അയ്യപ്പസ്വാമി താമസിച്ചിരുന്ന കൊട്ടാരമാണിത്. രണ്ടുപേരും കളിപ്പാട്ടങ്ങൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് ഓരോ കളിപ്പാട്ടം വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കൊട്ടാരത്തിൽ കയറി കൊട്ടാരം കണ്ടിട്ട് ഇറങ്ങി വന്നതിന് ശേഷം കളിപ്പാട്ടം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണേ. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ തൊഴാനായിട്ടും തിരുവാഭരണം കാണാനായിട്ടും വരുന്നത്. ഇതിപ്പം രാവിലത്തെ സമയമാണ്, പക്ഷേ എന്നിട്ട് നല്ല തിരക്കുണ്ട്. നമുക്ക് ഇവിടെ വരെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് സന്തോഷിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി അകത്ത് പന്തളം കൊട്ടാരമെല്ലാം കണ്ടതിന് ശേഷം തിരികെ ഇറങ്ങി വന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങുവാണ് കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൈ നിറയെ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരാം. ഈ മാല കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. മോൾക്ക് ഇതിൻ്റെ തന്നെ സെയിം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അത് കണ്ട അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞ് വാങ്ങിക്കാനെന്ന്. മോൾ ഡാൻസിനൊക്കെ പോകുന്നതുകൊണ്ട് അവൾക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്.